ആരെ മുമ്പിലാണ് നമ്മൾ മുസ്ലിം ആകേണ്ടത്? ആരെ മുമ്പിലാണ് നമ്മൾ നന്നാകേണ്ടത്? ആരെ മുമ്പിലാണ് നമ്മൾ കീഴൊതുങ്ങേണ്ടത്? ഭാര്യയുടെ മുമ്പിലാണോ? ഭർത്താവിന്റെ മുമ്പിലാണോ? മാതാപിതാക്കളുടെ മുമ്പിലാണോ? സമൂഹത്തിന്റെ മുമ്പിലാണോ? ഇവരുടെ ഒന്നും മുമ്പിലല്ല. അള്ളാന്റെ മുമ്പിലാണ് നമ്മൾ നന്നായാൽ ഇവരെ മുമ്പിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നന്നാവും. ഇപ്പൊ തിന്മ ചെയ്യാതിരിക്കാൻ മാതാപിതാക്കൾ അറിയുമോ എന്നാകരുത് മക്കളുടെ പേടി, മക്കൾ അറിയുമോ എന്നാകരുത് മാതാപിതാക്കളുടെ പ്രേരകം, ഭാര്യ അറിഞ്ഞാൽ എന്താകും എന്നാകരുത് ഭർത്താക്കന്മാരുടെ ഭയം, ഭർത്താവ് ഈ സമയത്ത് കയറി വന്നാൽ എന്താകും എന്നാകരുത് ഭാര്യ പേടിക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ അയൽവാസി എന്തു പറയുമെന്നാകരുത്, ഞങ്ങളുടെ മഹലിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന ഭയമാകരുത്. മറിച്ച് ഞാനിത് ചെയ്താൽ എന്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, എന്റെ മഹൽ അറിഞ്ഞില്ലെങ്കിലും, എന്റെ അയൽവാസി അറിഞ്ഞില്ലെങ്കിലും, എന്റെ ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും, എന്റെ മക്കൾ അറിഞ്ഞില്ലെങ്കിലും, എന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ലെങ്കിലും, ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, ഇവിടെയുള്ള നിരീക്ഷണ ക്യാമറകളിൽ ഒന്നും പെട്ടില്ലെങ്കിലും, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പ്രപഞ്ച സട്ടാവ് ആ റബ്ബുൽ ആലമീൻ എല്ലാ സമയവും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ഓർമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ ഒരു ബോധത്തിൽ നിന്നായിരിക്കണം നമ്മൾ തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കേണ്ടത്. അതാണ് പൂർണ്ണ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. ഈ അള്ളാന്റെ മുമ്പിലാണ് നമ്മൾ നന്നായ പിന്നെ എല്ലാവരും മുമ്പിലും സ്വാഭാവികമായിട്ട് നന്നാവും. ഇപ്പൊ പരിപാടി നടക്കണത് എന്താ അറിയോ? ഇപ്പൊ എല്ലാവരും മുമ്പിലും നന്നാകുക, സ്വന്തം ഒരു ആരും കാണാത്തൊരവസരം കിട്ടിയാൽ എല്ലാ വേണ്ടാത്തതും ചെയ്യാം, എല്ലാ കുരുത്തക്കെടും ചെയ്യാം. അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചിലതിന് പുറത്തേക്ക് വരുന്നു മാത്രമേ ഉള്ളൂ. ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ പലപ്പോഴും കോടികൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത വരലില്ലേ? ആ വാർത്ത പത്രത്തിൽ ഇത്ര കോടി ഉണ്ടാവും, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ കേസ് പരിശോധിച്ചോ കൊണ്ടു അതിൻ്റെ ഒരു 10% കംപ്ലൈൻറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. എന്താ ആൾക്കാർ കോടികൾ നഷ്ടപ്പെട്ടിട്ട് കേസ് കൊടുക്കാത്തത്? എന്താണെന്നറിയോ? കേസാണ് കൊടുത്താൽ അതിൻ്റെ FIR വന്ന് ആരാ കൊടുത്തു എന്ന് മനസ്സിലാവും, ആർക്കെതിരെയെന്ന് മനസ്സിലാവും. അപ്പോൾ പത്രത്തിൽ വ്യത്യാസം വരും, ഇന്ന ആൾക്കാരൊക്കെ കേസ് കൊടുത്തുകൊണ്ട് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കും ഈ തട്ടിപ്പിൻ്റെ പിന്നാലെ ഈ മഹാനുണ്ടായിരുന്നോ. അപ്പോൾ ഏതായാലും 2 കോടി പോയി, ഇനി മാനം കൂടി പോകേണ്ട വിചാരിച്ച് ഉണ്ടാതിരിക്കുകയാണ്. മനസ്സിലായോ? വിഷയതാണ്, ഞാൻ പൊളിച്ച് പറയണം, മനസ്സിലാകാൻ വേണ്ടി പറയണം. അത് തന്നെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്ന ആൾക്കാരെ ധൈര്യവും. കാരണം ഞാൻ വലിയിലാക്കിയ ആൾക്കാരൊന്നും ഒരു പ്രശ്നം ഉണ്ടായാൽ നാട്ടുകാരോട് പറയില്ല, അതിൻ്റെ ഒരു സുരക്ഷിതത്വമാണ്. മനസ്സിലായോ? അതാ പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണും. ഞാൻ ഹലാലായ മാർഗ്ഗത്തിലേ ആ സമ്പത്ത് ഉണ്ടാക്കുള്ളൂ, ചിലവഴിക്കുള്ളൂ. അതുപോലെ ഞാൻ തെറ്റായൊരു കാര്യം ചെയ്യില്ല, അള്ളാഹ് എന്നെ കാണുന്നുണ്ട്. ഈ ബോധം നമ്മളെ വീട്ടിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായ സുഹൃത്തുക്കളെ, അത് നാട് മാറും. അതാണ് മുസ്ലിം ആവുക എന്ന് പറയുന്നത്. മുസ്ലിം പേര് മാത്രം പോരാ, നമ്മൾ കൃത്യമായി മുസ്ലിമീങ്ങളാണ്.